അഗ്രോജൈവിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ആളുകൾ ചോദിക്കാറുണ്ട്, എന്താണ് ഫൈസൽ പുതിയ വീഡിയോ ഒന്നും കാണാറില്ലല്ലോ എന്ന്. അപ്പൊ വീഡിയോ കാണാത്തതിന്റെ കാരണം എനിക്ക് കല്ലിൽ ഡെലിവറി ഉണ്ട്, മറ്റു പല സ്റ്റോൺ ഷോപ്പുകൾക്ക് ഡെലിവറി ചെയ്യുന്നുണ്ട്. അതുപോലെ നിങ്ങൾ ആരെങ്കിലും കല്ല് വർക്ക് ചെയ്യാൻ അറിയാവുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രദേശത്തേക്ക് ഞാൻ കല്ല് ഡെലിവറി ചെയ്തു തരാം. ഓക്കെ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അറിയാൻ എന്റെ ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി. അപ്പൊ അതുപോലെ തന്നെ ഒത്തിരി വർക്കുകൾ ചെയ്തു വെച്ചിട്ടുണ്ട്, ഒന്നും വീഡിയോ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ വീഡിയോകൾ ഓരോന്നോരോന്നായിട്ട് വരുന്നതായിരിക്കും. ഇപ്പൊ ഈ വീഡിയോയിൽ നമ്മൾ 3x2 ബാംബു സ്റ്റോൺ തിരിച്ചാണ്. അതായത് ഒരു മിസ്റ്റർ അഡ്വക്കേറ്റ് അഫ്സൽ എന്ന് പറയുന്ന മലപ്പുറം ജില്ലയിലെ വട്ടത്തൂരുള്ള ഒരു വക്കീൽ സാറിന്റെ വീട്ടിലാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ നസീല ടീച്ചർ, അവരൊരു ഇംഗ്ലീഷ് ടീച്ചറാണ്, ഒരു ഓറ ഇംഗ്ലീഷ് സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ടീച്ചറാണ് പെരിന്തൽമണ്ണയിൽ. അപ്പൊ അവരുടെ വീട് കുറച്ച് ചെടികളും പുല്ലുകളൊക്കെ വെച്ച് കുറച്ച് അരോചകമായി കിടക്കുന്ന പ്രദേശമായിരുന്നു. അപ്പൊ അത് നമ്മൾ വൃത്തിയാക്കി കൊടുത്തു എന്നുള്ളതാണ്. പേൾ ഗ്രാസ് വെച്ചിട്ടുണ്ട്, 3x2 സ്റ്റോൺ വിരിച്ചിട്ടുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട വീഡിയോ ആണിത്, നിങ്ങൾ കണ്ടു നോക്കുക. മറ്റ് പ്രത്യേകതകളൊന്നും കൂടുതലില്ല, പക്ഷെ അവരുടെ നാച്ചുറൽ ആയിട്ടുള്ള ചെങ്കല്ല് കൊണ്ട് പ്ലാസ്റ്ററിങ് ചെയ്യാതെ വിരിച്ച വീടിന് മാച്ച് ആയിക്കൊണ്ട് തന്നെ പക്കാ നാച്ചുറൽ ആയിട്ടുള്ള സ്റ്റോണും നാച്ചുറൽ ആയിട്ടുള്ള ഗ്രാസും ഇച്ചിരി ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഗ്രാസും കൂടി അതിനകത്ത് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ കാണുക, കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയുക. ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വിരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വിരിക്കാൻ വേണ്ടി ആരുമായി ബന്ധപ്പെടുക. ഇതൊക്കെയാണ് പറയാനുള്ളത്. ഓക്കെ, അപ്പൊ ഇതാണ് പ്രതലം. നമ്മളിവിടെ കുറച്ച് കാടുകളും കുറ്റിക്കാടുകളും ചെടികളും ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ക്ലിയർ ചെയ്തു. അതിന് JCB ഒക്കെ ഉപയോഗിക്കേണ്ടി വന്നു. പിന്നെ മുറ്റൊക്കെ വാട്ടർ ലെവൽ ചെയ്തു. നല്ല ബേബി മെറ്റൽ, ഏകദേശം ഒരു നോർമലി നമ്മൾ വെക്കുന്ന ബേബി മെറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഇഞ്ചാണ്. ഇവിടെ 4 ഇഞ്ചോളം ബേബി മെറ്റൽ വരുന്നുണ്ട്. അപ്പോൾ അതിന് മുൻപ് ആദ്യം നമ്മൾ കുറച്ച് പ്ലാന്റ്സുകളൊക്കെ ചെയ്തതിൻ്റെ ശേഷമാണ് നമ്മൾ ഗ്രാസ് വെച്ച് പ്ലാന്റ്സ് ചെയ്യുമ്പോൾ അറിയാലോ, അതിനകത്ത് ആദ്യം കീടനാശിനിയൊക്കെ ഉപയോഗിച്ച് ആ മണ്ണിനെയൊക്കെ ക്ലിയർ ആക്കി നല്ല ഫെർട്ടിലൈസറൊക്കെ നമ്മൾ തന്നെ മിക്സ് ചെയ്ത് കൃത്യമായിട്ട് വേണ്ട കോക്കോപീറ്റൊക്കെ യൂസ് ചെയ്ത് ഫെർട്ടിലൈസർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഗ്രാസൊക്കെ വെക്കുന്നത്. ചെടികൾക്കും അതുപോലെ തന്നെയാണ്. അപ്പോൾ ആദ്യം നമ്മൾ പേൾ ഗ്രാസിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. ചെടികളൊക്കെ വെച്ചതിന് ശേഷം പേൾ ഗ്രാസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. പേൾ ഗ്രാസ് എത്തി. പിന്നെ അതിന് ശേഷം നമ്മൾ സ്റ്റോൺ വിരിച്ചു തുടങ്ങി. 3x2 കല്ലാണ് നമ്മൾ വിരിച്ച്, 3x2 കല്ല് വിരിച്ചു തുടങ്ങി. പേൾ ഗ്രാസിൻ്റെ ഒരു ഭാഗത്ത് എത്തിയിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റ് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. 3x2 സ്റ്റോൺ വിരിക്കാൻ കാരണം ഒരു റെക്ടാങ്കിൾ ഷേപ്പിലാണ് മുറ്റം കിടക്കുന്നത്, അതുകൊണ്ടാണ് നീളത്തിലുള്ള മുറ്റം, കുറച്ച് ഭാഗം സ്ക്വയർ ആയിട്ട്. അപ്പോൾ മനോഹരമായത് 3x2 ആണെന്ന് തോന്നി, അതുകൊണ്ടാണ് 3x2 50 mm ഗ്രാനൈറ്റ് ഹാഫ് കട്ടിങ് എടുത്ത് വളരെ മനോഹരമായിട്ട് നമുക്ക് വിരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതിൻ്റെ ഇടയിലൂടെ സിംഗിൾ ലെയർ ഗ്രാസ് കൂടി വരുമ്പോൾ വേറെ ലെവലാണ്. പിന്നെ ഇവരുടെ ചെങ്കല്ല് കൊണ്ട് ഉണ്ടാക്കിയ വീടാകൊണ്ട് അത് പ്രത്യേകം പ്ലാസ്റ്റിക്കും കാര്യങ്ങളും ചെയ്യാത്തതുകൊണ്ട് വേറെ ലെവലാണ്. ലോണും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പം അവർക്ക് തന്നെ കൗതുകമായി. സാറ് നോക്കുന്നുണ്ടോ? അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ വീടുകളും മനോഹരമാക്കാം. ഇവർ ഈ വീടിന് മാച്ച് ചെയ്ത് തന്നെ അതുപോലെ ഇതുണ്ടോ, ഗ്രാനൈറ്റിൻ്റെ ക്ലാഡിങ് സ്റ്റോണാണ് ഇവർ വിരിച്ചിട്ടുള്ളത് ചുമരിലൊക്കെ, വാളിലൊക്കെ. എന്തുകൊണ്ടും നല്ല. ഇനി കുറച്ചുകൂടി വർക്ക് ഉണ്ട് കേട്ടോ. വർക്ക് ഫുള്ളായിട്ട് കഴിഞ്ഞാലേ ഇപ്പോൾ എനിക്ക് ഇതിനെപ്പറ്റി കൂടുതലായിട്ട് പറയാൻ പറ്റും. അപ്പോൾ നിങ്ങൾ തന്നെ കണ്ട അഭിപ്രായങ്ങളൊക്കെ വിലയിരുത്തുക. പിന്നെ ആവശ്യക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനുമായി ബന്ധപ്പെടുക. ഇരിക്കേണ്ട ആവശ്യക്കാരുണ്ടെങ്കിൽ ഞങ്ങളൊന്ന് നിങ്ങളുടെ വർക്ക് മനോഹരമായി ചെയ്തു തരുന്നതായിരിക്കും. ഓക്കെ, ബൈ.